ഇപ്പോഴത്തെ ബി അശോക് ഉണ്ട്. ബി അശോക് പഠിക്കുന്ന കാലത്ത് ഒന്നാം തരം SFI-കാരനായിരുന്നു. ഇത് നമ്മുടെ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീകുമാർ സാറാണ്. മാധ്യമപ്രവർത്തകനാണ്. വീക്ഷണം പത്രത്തിൻ്റെയൊക്കെ ചാർജുള്ള ആളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാനലുകളിലൊക്കെ സംസാരിക്കാൻ വരുന്ന ആളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ആണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി അശോക് എന്ന IAS ഉദ്യോഗസ്ഥനെ പറ്റി സംസാരിക്കുകയാണ്. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ആരായിരുന്നു? SFI-കാരനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അശോകിനെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ, പിണറായി ഭരിക്കുമ്പോൾ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ ഇപ്പോൾ VD സതീശൻ, അന്ന് പിണറായി എന്ത് ചെയ്തു അതിന് വിപരീതമായി അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് പിണറായി ചെയ്തതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് VD സതീശൻ അതെല്ലാം തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്ന കാലത്താണ് ഇപ്പൊ ശ്രീകുമാർ സാറ് ഇത് പറയുന്നത്. അദ്ദേഹം ഇന്ന് SFI, അദ്ദേഹം ഈ ഗവൺമെന്റിനെ, പിണറായി ഗവൺമെന്റിനെ വെള്ളം കുടിപ്പിച്ച് അവസാനം UDF വന്നപ്പോൾ അദ്ദേഹത്തിന് പദവി നിയമിച്ചു. അതിനും കേട്ട് പഴി. ശ്രീകുമാർ സാറ് പറഞ്ഞു വെക്കുന്നത്, പിണറായി ശിക്ഷിച്ച ആളെ ഞങ്ങളുടെ സതീശൻ താലവുമേന്തി 2 കൈയും കൊണ്ട് സ്വീകരിച്ച് നല്ല അസ്സൊരു പോസ്റ്റില് പണി കൊടുത്തു എന്നാണ് ശ്രീകുമാർ സാർ പറയുന്നത്. ഇത് കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? പിണറായി എന്തോ മഹാപാപം ചെയ്തു, അക്കാലത്ത് വെറുതെ നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥനെ ശിക്ഷിച്ചത് എല്ലാം ശരിയായി ചെയ്യുന്ന നല്ല മനസ്സുള്ള ഒരു മുഖ്യമന്ത്രി വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥന് നീതി വാങ്ങിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ആ മഹത്തായ ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു എന്നല്ലേ ഇപ്പം നമുക്കിത് കേട്ടാൽ തോന്നുക. ഇതാണ് ഒരു പ്രതീതി നിർമ്മാണത്തിന്റെ കല എന്ന് പറയുന്നത്. രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ്. ഇപ്പൊ ശ്രീകുമാർ സാറും ഇവിടെ ഒരു പ്രതീതി നിർമ്മാണം ഉണ്ടാക്കുകയാണ്. പഴയ ആള് വളരെ മോശക്കാരനായിരുന്നെന്നും ഇപ്പോഴത്തെ ആള് വളരെ സത്യസന്ധനും നീതിമാനാണെന്നും പറഞ്ഞു വെക്കുകയാണ്. ഇതിനെ കണ്ണിക്കാനായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇടതുപക്ഷത്ത് ശക്തരായ വക്താക്കളില്ലായിരുന്നു, നേതാക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. അവരൊരു ആദ്യത്തെ 5 വർഷം ഭരിച്ചിരുന്നപ്പോൾ ആ ഗവൺമെന്റിനെതിരെയും വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെ അതിശക്തമായി നേരിടാൻ അന്ന് കുറേ നേതാക്കളുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതോടുകൂടെ അവർ ഈ ഭരണത്തിൽ ആലസ്യത്തിൽ പോയി. ഒരു തവണ ഞങ്ങൾ ജയിച്ചതല്ലേ, ഇനിയിപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ധാരണയിലാണോ എന്നറിയില്ല. അതിൻ്റെ നേതാക്കളൊന്നുക്കുലോ പിന്നോട്ട് മാറുകയും ആരും ശക്തരായി ഈ രണ്ടാമത്തെ പിണറായി സർക്കാരിനെതിരെ വന്ന ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയാനോ അതിനെ നേരിടാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിപക്ഷ സ്ഥാനമല്ലേ VD സതീശൻ ഏറ്റെടുത്തോടുകൂടി വല്ലാത്തൊരു ഊർജം വന്നു. കാരണം ഇനിയൊരു 5 വർഷം കൂടെ ഈ ഇടതുപക്ഷം ഇവിടെ ഭരിക്കാനിടയായാൽ ഒരിക്കലും ഇനി കേരളത്തിൽ ഭരണം പിടിക്കാനാകില്ല എന്ന തിരിച്ചറിവിൽ വല്ലാത്തൊരു ഊർജത്തോടു കൂടി ഈ സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു വല്ലാത്ത അറ്റാക്കിംഗ് മൂഡിലാണ് അത് ഈ ഭരണപക്ഷത്തെ നേരിട്ടത്. പിന്നെ അവരൊരു അറ്റാക്കിൻ്റെ ഒരു പെരുമഴക്കാലം തന്നെ സൃഷ്ടിച്ചു. ആ പെരുമഴക്കാലത്തിലും വെള്ളപ്പൊക്കത്തിലും സത്യത്തിൽ ഈ പിണറായിക്കും സംഘത്തിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ഇപ്പോൾ അവർ അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ശ്രീകുമാർ സാറ് പറഞ്ഞ ഈ ഒരു കാര്യത്തെ എന്തോ എന്നറിയില്ല, അരുൺകുമാർ എന്ന CPM-ന്റെ വക്താവ് അതിശക്തമായി അതിനെ നേരിടുന്നൊരു അപൂർവ കാഴ്ച നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാം. അത് കേട്ടുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരു തീരുമാനത്തിലെത്തട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ബഹുമാനപ്പെട്ട N ശ്രീകുമാറെ, രാഗളെ കൂട്ടുള്ള കോൺഗ്രസ് സഹയാത്രികർ, മാധ്യമ പ്രവർത്തകർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ആദ്യം ബി അശോക് വെള്ളം കുടിപ്പിച്ചത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയ. താങ്കൾക്കറിയോ? ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതിയിൽ പോയി ശ്രീ ഉമ്മൻചാണ്ടി എത്ര തവണയാ ബി അശോകനെതിരെ നടപടിയെടുത്തെന്നറിയോ? 3 തവണ നടപടിയെടുത്തു. സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. സുപ്രീം കോടതിയിൽ പോയിട്ട് ബി അശോക് തിരിച്ചു കയറിയേ. ആ SLP-യുടെ നമ്പർ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. റിട്ട് പെറ്റീഷന്റെ നമ്പർ ഞാൻ അയച്ചു തരാം. റിട്ട് അപ്പീലിന്റെ നമ്പർ അയച്ചു തരാം. 2011 മുതൽ 16 വരെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 3 തവണ നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തയാണ് ബി അശോക്. അത് കഴിഞ്ഞിട്ടല്ലേ LDF സർക്കാർ ഇവിടെ വന്നത്. LDF സർക്കാർ സസ്പെൻഡ് ചെയ്തപ്പോ ഒരു കോടതിയിലും പോയി അദ്ദേഹത്തിന് തിരിച്ചു കയറേണ്ടി വന്നില്ല, തിരിച്ചു കയറാൻ പറ്റിയില്ല. കൃത്യമായിട്ടുള്ള നടപടിയെടുത്തു. ആ നടപടിയിൽ ഉറച്ചു നിന്നു. എന്നിട്ട് എങ്ങനെയാ തിരിച്ചു കയറിയെന്നറിയോ? സാക്ഷാൽ VD സതീശൻ, ഇപ്പോ BJP-യുടെ ഇംഗിതം നടപ്പാക്കുന്ന VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് ബി അശോക് തിരിച്ചു വന്നത്, കീ പോസ്റ്റിലേക്ക് വന്നത്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് വന്നത്. താങ്കൾക്കറിയോ? 10 കൊല്ലം ബി അശോകനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ നടപടിയും ഏറ്റുവാങ്ങി അദ്ദേഹം പുറത്തിരുന്നു. ഒരു കോടതിയും സഹായിച്ചില്ല. കൃത്യമായിട്ടുള്ള കാരണത്താലാണ് നടപടിയെടുത്ത്. നിങ്ങൾ നടപടിയെടുത്തപ്പോ 3 തവണ സുപ്രീം കോടതിയിൽ പോയി തിരിച്ചു വന്നു. ഇപ്പൊ നടപടിയെടുത്തയാളെ നിങ്ങൾ തന്നെ VD സതീശൻ കൊണ്ടുപോയി കീ പോസ്റ്റിൽ ഇരുത്തിയിട്ട് ഗവർണറുടെ ഓഫീസിലേക്ക് സന്ദേശം കൊടുക്കുന്നു. എല്ലാ VC-മാരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ബി അശോകൻ. താങ്കൾ അറിഞ്ഞോ?
എല്ലാ VC-മാരുടെയും? അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാർ RSS-ഉമായിട്ട് ബന്ധപ്പെട്ടവരുടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ അരുൺകുമാർ പറഞ്ഞതിൽ ചെറിയൊരു പെശകുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നില്ല എന്നാണ് അറിവ്. പക്ഷെ നടപടിയെടുത്തിരുന്നു, കുറ്റപത്രം കൊടുത്തിരുന്നു. അതിനെതിരെ സുപ്രീം കോടതി വരെ, ഹൈക്കോടതിയും കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയിട്ടാണ് ഈ അദ്ദേഹത്തിന് അശോകന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കി വരികയും പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്ത്. പക്ഷെ നടപടി എടുത്തിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നും വിവാദങ്ങളിൽ ചെന്നുപെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതൊക്കെ മനസ്സിലാക്കാതെയാണോ ഈ VD സതീശൻ അദ്ദേഹത്തെ വീണ്ടും ഈ ഒരു പുനരാലോചനയില്ലാതെ അദ്ദേഹത്തെ തിരിച്ചെടുത്തത്? ഇനി അദ്ദേഹവും ഈ കുഴിയിൽ ചാടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.